പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിരുന്ന രാഹുൽ കെ.പി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ISL ക്ലബായ ഒഡീഷ എഫ്സിക്ക് വേണ്ടിയാണ്. ഒഡീഷ എഫ്സിക്ക് വേണ്ടി അദ്ദേഹം ആദ്യ മത്സരം കളിച്ചത് ചെന്നൈക്കെതിരെയായിരുന്നു. മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന് നടത്താനും സാധിച്ചിരുന്നു. എന്നാൽ അടുത്തതായി ഒഡീഷ കളിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ഈ മാസം 13-ാം തീയതി, അതായത് നാളെയാണ് ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിലുള്ള പോരാട്ടം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ കൊച്ചിയിലെത്തുകയാണ് രാഹുൽ കെ.പി. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുമ്പ് രാഹുൽ കെ.പി കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അകലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെ ഇട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുമ്പ് രാഹുൽ കെ.പി പറയുന്നത് ഇങ്ങനെയാണ്: കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിലവിലുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിജയം നേടിക്കൊണ്ട് ഒഡീഷയ്ക്ക് വേണ്ടി ആ 3 പോയിന്റ് നേടാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നും ഇപ്പോൾ രാഹുൽ കെ.പി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ഗോളടിക്കണം, അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് വേണ്ടി 3 പോയിന്റ് നേടാൻ തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. ഇതാണ് ഇപ്പോൾ രാഹുൽ കെ.പി വെളിപ്പെടുത്തുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ അങ്ങനെ കൊച്ചിയിലേക്ക് എത്തുകയാണ് രാഹുൽ കെ.പി. ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായിരുന്നു ഈ മലയാളി താരമായ രാഹുൽ കെ.പി. എന്തായാലും താരത്തിന് ബ്ലാസ്റ്റേഴ്സ് വിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിക്കണമെന്നും അതുപോലെ തന്നെ ഒഡീഷയ്ക്ക് വേണ്ടി എന്തുവിധേനയും 3 പോയിന്റ് നേടാനായി തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം താൻ ചെയ്യുമെന്നും ഇപ്പോൾ രാഹുൽ കെ.പി വെളിപ്പെടുത്തുകയാണ്. എന്തായാലും രാഹുൽ കെ.പിയുടെ ഈ പ്രതികരണത്തോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.